ഹായ് ഫ്രണ്ട്സ്, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോയാണിത്. കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണുക. ക്വിസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? 1969 ജൂലൈ 21. സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര്? നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമേത്? ശുക്രൻ. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 21. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാര്? ഗലീലിയോ ഗലീലി. 2024 ആദ്യ ചന്ദ്രഗ്രഹണം നടന്നത് എന്ന്? മാർച്ച് 25. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറമെന്ത്? കറുപ്പ്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഗലീലിയോ ഗലീലി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ? അപ്സര. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? യൂറി ഗഗാറിൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? 8.2 മിനിറ്റ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏതൊരു പേരിലാണ് അറിയപ്പെടുന്നത്? സെലനോളജി. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മ. പ്രപഞ്ചത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിതയാര്? കൽപ്പന ചൗള. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ? അപ്സര. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാര്? APJ അബ്ദുൽ കലാം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യനാര്? നീൽ ആംസ്ട്രോങ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ നായക്കുട്ടിയുടെ പേരെന്ത്? ലൈക്ക. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം? സൂപ്പർമൂൺ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്ര? 3,84,401 കിലോമീറ്റർ. ആകാശത്ത് ഏറ്റവും തിളങ്ങുന്ന ഗോളമേത്? ശുക്രൻ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്ര? 24 മണിക്കൂർ. ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തിന് പറയുന്ന പേരെന്ത്? വെളുത്തവാവ്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏത്? ഓഷ്യൻസാറ്റ്. പ്രഭാത നക്ഷത്രമെന്നും സായാഹ്ന നക്ഷത്രമെന്നും അറിയപ്പെടുന്നത്? ശുക്രൻ. ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ പേടകം? ചന്ദ്രയാൻ 1. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രൻ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാര്? എഡ്വിൻ ആൾഡ്രിൻ.
ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആപ്പിൾ. ബഹിരാകാശ പഠനങ്ങൾക്കായുള്ള അമേരിക്കയുടെ സ്ഥാപനം? നാസ. ചന്ദ്രനിൽ പതാക നാട്ടിയ ആദ്യ രാജ്യമേത്? അമേരിക്ക. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ട. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിതയാര്? സുനിത വില്യംസ്. ISROയുടെ പൂർണ്ണരൂപം എന്ത്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമേത്? പ്ലൂട്ടോ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനമേത്? അപ്പോളോ 11. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസമേത്? തിങ്കൾ. ആകാശത്തെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നതാര്? കെപ്ലർ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചതാര്? AB വാജ്പേയി. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ? ഹിജ്റ കലണ്ടർ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നിലവിൽ വന്നതെന്ന്? 1958. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ വാഹനം ഏതാണ്? SLV-3. ISROയുടെ ആദ്യ മലയാളി ചെയർമാൻ ആര്? MGK മേനോൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? 2008 ഒക്ടോബർ 22. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? കോപ്പർനിക്കസ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യമേത്? റഷ്യ. ഒരു കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടയിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും? 14 ദിവസം.